നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അടപ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 3/4 കിലോ 750 ഗ്രാം അട വാങ്ങിച്ച് വേവിച്ചതാണ്. വേവിക്കുന്ന സമയത്ത് നമ്മൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് വേവിച്ചതാണ്. എന്നിട്ട് വെന്തതിന് ശേഷം ഒരു കണ്ണാപ്പ് വെച്ച് അരിച്ചെടുത്ത് പച്ചവെള്ളത്തിലൊന്ന് തണുത്ത വെള്ളത്തിലൊന്ന് നമ്മൾ അതിൻ്റെ പശയൊന്ന് മാറ്റി എടുത്ത അടയാണ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ 2 തേങ്ങയുടെ ആദ്യത്തെ പാൽ 1-ാം പാലാണ് 2 കപ്പുണ്ട്. പിന്നെ നമ്മൾ 2-ാം പാൽ 6 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഇതിന് വറുത്ത് ചേർക്കുന്നതിനും വഴറ്റുന്നതിനും ആവശ്യമായിട്ട് നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നമുക്ക് തേങ്ങാക്കൊത്ത് ഇതെല്ലാം വറുത്തിടുന്നതിന് വേണ്ടിയുള്ളതാണ്. ഉപ്പ് നമുക്ക് അതിൻ്റെ ഒരു മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി നീര്, ഇതിനകത്തിൽ ജീരകം, ഏലക്ക, ചുക്ക് പൊടിച്ചതാണ് ഒരു 2 ടീസ്പൂൺ. അതുകൊണ്ട് ഇത്രയാണ് നമുക്ക് ഇനി വേണം. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഉരുളി ചൂടായതിന് ശേഷം 6 ടീസ്പൂൺ നെയ്യ് ഇതിനകത്തിലിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അടയൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അട ഉരുളിയിലിട്ടു. ഇനി ഒന്ന് ആ നെയ്ക്കകത്തൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിക്കാം. ഇനി അട ശർക്കരയ്ക്കകത്ത് കിടന്ന് കുറച്ച് നേരം വേവട്ടെ. നമ്മുടെ പായസത്തിൽ ശർക്കര കുറുകുന്നതനുസരിച്ച് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ശർക്കരയും അടയെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2-ാം പാൽ എടുത്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം അതിൻ്റെ പകുതി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ 2-ാം പാലിൻ്റെ ബാക്കി പാലൂടെ നമുക്കൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമ്മൾ ഇനിയിപ്പം തനിപ്പാൽ ആദ്യത്തെ 1-ാം പാൽ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. അഥവാ നമുക്ക് കട്ടി കൂടുതലാണെങ്കിൽ ശകലം ഇച്ചിരി പശുവിൻ്റെ പാൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കട്ടി കുറയ്ക്കാം. ഇതിപ്പം കുഴപ്പമില്ല, കറക്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം, ഏലക്ക, ചുക്ക് അത് ഇട്ടു. പിന്നെ ഇഞ്ചി നീര് 2 ടീസ്പൂൺ അതും ഒഴിച്ചു. പിന്നെ നമുക്കൊരു ശർക്കര ഉപ്പ് ഒരു പിഞ്ച് ഉപ്പിടാം. സാധാരണ ശർക്കരയ്ക്കകത്ത് ഉപ്പ് കാണും, എന്നാലും നമ്മൾ ശർക്കര ഇട്ട് തനിപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം നേരം വെക്കേണ്ട, നമുക്കിനി വാങ്ങി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ വറുത്തിടാനുള്ളതെല്ലാം നമുക്കൊന്നിടാം. അത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഒരു 4-5 സ്പൂണ് നമ്മൾ നെയ്യിട്ടു. നെയ്യിട്ടതിന് ശേഷം നമ്മൾ ആദ്യം ആ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടു. അതൊന്ന് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടും. അടുത്ത അണ്ടിപ്പരിപ്പിട്ടും രണ്ടും കൂടെ ഒന്ന് ചുമന്ന് വരുമ്പോൾ ഇനി നമുക്ക് കിസ്മിസും ഇട്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്.